കാലഘട്ടമൊക്കെ മാറി. വിഭാഗീയതകളായി, ചെറിയ ചെറിയ സഭകളായി, നൂതന സഭകളായി, പ്രയർ ഫെലോഷിപ്പുകളായി തുടങ്ങി ഇന്ന് അനേകം നിലകളിൽ നിന്ന് ക്രൈസ്തവ സഭ അതിന്റെ സാക്ഷ്യത്തിൽ നിന്നും മാറി വ്യതിചലിക്കുന്നു എന്നുള്ളത് നമുക്ക് നൊമ്പരപ്പെടുത്തുന്ന ഒരു അനുഭവമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു. ഏത് മുക്കിലും മൂലയിലും നടക്കുന്ന ചെറിയ സംഭവങ്ങളാണെങ്കിൽ പോലും അത് ലോകത്തിന്റെ നാനാഭാഗങ്ങളിലൂടെയും പ്രിന്റ് മീഡിയയിലൂടെയും ഇലക്ട്രോണിക് മീഡിയയിലൂടെയും ലൈവായിട്ട് കാണാൻ സാധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടെന്ന്. വാസ്തവത്തിൽ അതെങ്കിലും ഓർത്തിട്ടെങ്കിലും ഒരു റെസ്ട്രെയിൻമെന്റ്, മാറ്റത്തിനനുസരിച്ചുള്ളതായ ഒരു ചിന്താഗതിയും മാറുന്ന കാലഘട്ടത്തിനനുസരിച്ച് ക്രൈസ്തവ സഭകൾ സ്വീകരിക്കേണ്ടുന്നതായ നിലപാടുകളെ സംബന്ധിച്ചും സമൂഹമധ്യത്തിൽ വികലമാക്കപ്പെടേണ്ടുന്ന ഒരു സാക്ഷ്യമല്ല ക്രൈസ്തവ സഭയുടേത് എന്നുള്ളതായ നിലകളിലുമൊക്കെ സൗഹാർദ്ദത്തിലും സൗഹൃദത്തിലും ക്രിസ്തീയ മനോഭാവത്തിലും കാര്യങ്ങൾ കാണുവാനും പരിഹാരം കണ്ടെത്തുവാനും സാധിച്ചേ മതിയാകൂ എന്നുള്ളത് ക്രൈസ്തവ സഭാ നേതൃത്വം ഉറച്ചു വിശ്വസിക്കേണ്ടുന്ന ഒന്ന് തന്നെയാണ്. 325 വർഷങ്ങൾക്ക് മുമ്പുള്ളതായ ക്രൈസ്തവ സഭയുടെ അല്ലെങ്കിൽ സഭകളുടെ ഒരു പശ്ചാത്തലമല്ല എന്നുള്ളത്. 100 വർഷങ്ങൾക്ക് മുമ്പ് സുറിയാനി സഭയിൽ നിന്നും വേർപെട്ടു പോയ മാർത്തോമാ സഭ അവരുടെ ഒരു വാർഷികം അടുത്ത നാളുകളിൽ നടക്കുകയുണ്ടായി. ഇന്നും മാർത്തോമാ സഭ യാക്കോബായ സഭയുടെ പൈതൃകവും അന്ത്യോക്യൻ പൈതൃകവും പാരമ്പര്യവും അതുപോലെ കാത്തു സൂക്ഷിക്കുന്ന ഒരു സഭയാണ്. അന്നത്തെ കാലഘട്ടം വ്യത്യസ്തമായിരുന്നുവെങ്കിൽ കൂടിയും കേസുകളും വ്യവഹാരങ്ങളും പരാജയങ്ങളും വിജയവും ഒക്കെ രണ്ടു ഭാഗത്തും ഉണ്ടായിരുന്നുവെങ്കിൽ കൂടിയും സൗഹൃദപരമായിട്ട് കാര്യങ്ങൾക്ക് ഒരു പരിഹാരം കണ്ടെത്തുവാനും സുവിശേഷീകരണത്തിന്റെ മാതൃകയിൽ സഭയ്ക്ക് പുത്തനായ ഒരു ദർശനത്തോടു കൂടി സഭ അതിന്റെ റിച്ച് ആയിട്ടുള്ള പാരമ്പര്യങ്ങൾ വിടാതെ തന്നെ തുടക്കം കുറിക്കുവാനും സാധിച്ചു. ഇന്നും മാർത്തോമാ സഭ ഉപയോഗിക്കുന്ന വിശുദ്ധ മൂറോൻ പത്രോസ് പാത്രിയർക്കീസ് ബാവ മുളന്തുരുത്തി മുളന്തുരുത്തി പള്ളിയിൽ വെച്ച് കുദാശ ചെയ്ത പരിശുദ്ധ മൂറോനാണ്. ഇന്നും അതിൽ അഭിമാനം കൊള്ളുന്ന സഭയാണ് മാർത്തോമാ സഭ. അന്ന് കുദാശ ചെയ്ത മൂറോനിൽ നിന്നും അത് ഇരട്ടിപ്പിച്ച് വേറെ ഒരു മൂറൻ കുദാശ നടത്താതെ ഇന്നും സഭയുടെ പൈതൃകം കാത്തു സൂക്ഷിക്കുന്ന ഒരു സഭയായി മാർത്തോമാ സഭയെ കാണാനായിട്ട് സാധിക്കും. അവർ പറയാറുണ്ട്, ഇഗ്നാത്തിയോസ് എന്ന പേരും ബാസിലിയോസ് എന്ന പേരും അത് സുറിയാനി സഭയ്ക്കുള്ളതാണ്. അതുകൊണ്ട് ഒരു കാലത്തും ഇഗ്നാത്തിയോസ് ബാസിലിയോസ് ഈ രണ്ടു പേരും അവർ ഉപയോഗിക്കില്ല എന്നവർ പറയാറുണ്ട്. അനുഗ്രഹിക്കപ്പെട്ട ദൈവമക്കളെ, 300 വർഷങ്ങൾക്ക് ശേഷമുള്ള സഭയുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്ക് പല വിധത്തിലുള്ളതായ കാലഘട്ടങ്ങളിലൂടെ മുന്നേറേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ കൂടിയും KM മാണിയുടെ സിദ്ധാന്തം ഒരു പരിധിവരെ സഭകൾക്കുമെല്ലാം ഒരു പരിധിവരെ അത് എല്ലാ അർത്ഥത്തിലും വളരുന്തോറും പിളരുമെന്നും പിളരുന്തോറും വളരുമെന്നും ഒക്കെ പറയുന്നത് അന്വർത്ഥമായി തീരുന്നുണ്ട് എന്ന് മനസ്സിലാക്കാനൊക്കെ സാധിക്കുന്നുണ്ട്. എന്നാൽ സഭയെ സംബന്ധിച്ചിടത്തോളം വിശ്വാസത്തിന്റെ കാര്യത്തിൽ വിട്ടുവീഴ്ച ചെയ്യാതെ ആരാധിക്കുന്ന സമൂഹമായി മുൻപോട്ട് പോകുമ്പോൾ സൗഹൃദപരമായ അന്തരീക്ഷം എല്ലായിടത്തും സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ട് സാധിക്കണം. ഇവിടെ യാക്കോബായ സഭയിലെ ദൈവമക്കളും ഓർത്തഡോക്സ് സഭയിലെ ദൈവമക്കളും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിച്ചും സ്നേഹത്തിലും സൗഹാർദ്ദത്തിലും തങ്ങളുടെ വ്യക്തിപരമായ ബന്ധങ്ങളും സ്നേഹങ്ങൾക്കും അതുപോലെയുള്ള കൂട്ടായ്മകൾക്കും ഒന്നും ഒരു വിലച്ചൽ സംഭവിക്കാതെ സഹകരിച്ചു പോകുന്നു എന്നുള്ളത് നല്ല ക്രിസ്തീയമായ ഒരു മാതൃകയാണ്. ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഗ്രിഗോറിയോസ് പള്ളിയിൽ നിന്നുമുള്ളതായ ദൈവമക്കളുടെ ആരാധനയിൽ പങ്കുകൊള്ളാറുണ്ട്. അതുപോലെ തന്നെ ഇവിടെ നിന്നും അത്യാവശ്യ സന്ദർഭങ്ങളിലൊക്കെ അവിടെയും പോയി സഹകരിക്കാറുണ്ട്. ഒരു ഇടവക തുടങ്ങുന്നത് വരേക്കിനും ഗ്രിഗോറിയോസ് പള്ളിയിലായിരുന്നു യാക്കോബായ സഭയിലുള്ള ദൈവമക്കൾ ഒരുമിച്ച് ആരാധന നടത്തിയിരുന്നത്. എല്ലാവരും വിഭാഗീയത മറന്ന് ഒരുപോലെ പ്രവർത്തിച്ച ഒരു ദേവാലയമാണ്. അതുകൊണ്ട് തന്നെ ആ ദേവാലയത്തോടും അതിന്റെ സംവിധാനങ്ങളോടും ഒക്കെ എല്ലാവർക്കും എപ്പോഴും ആദരവാണുള്ളത്. പ്രത്യേകിച്ചും അവിടെ ശുശ്രൂഷ ചെയ്യുന്ന ബഹുമാനപ്പെട്ട ഫിലിപ്പോസ് അച്ഛൻ വളരെ സൗഹൃദപരമായും സന്തോഷത്തോടു കൂടിയും എല്ലാവരെയും കാണുകയും സഹായിക്കുകയും സഹകരിക്കുകയും ചെയ്യുന്നതിലുള്ളതായ പ്രത്യേകമായ സന്തോഷവും ഈ സമയത്ത് വിനയപൂർവ്വം സമർപ്പിക്കുന്നു. ഗബ്രിയേൽ മാർഷൽ എന്ന സുപ്രസിദ്ധ തിയോളജിയൻ ഇപ്രകാരം പറഞ്ഞിട്ടുണ്ട്: വിശ്വാസം കൂടാതെ ദൈവത്തിലുള്ളതായ അസ്തിത്വം നമുക്ക് വെളിപ്പെടുത്തുവാൻ സാധിക്കുകയില്ല. ഇത് തന്നെയാണ് ക്രിസ്തു നമ്മളോട് പറയുന്നത്.
വിശ്വാസം കൂടാതെ ദൈവത്തെ നമുക്ക് പ്രീതിപ്പെടുത്തുവാനായിട്ട് സാധിക്കുകയില്ല. നമ്മളെല്ലാവരും നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വിശ്വാസ ജേണിയാണ്. വി ആർ ഇൻ എ പിൽഗ്രിമേജ്. ഇവിടെ വിശ്വാസത്തിന്റെ പൂർണ്ണത ഇവിടെ ഇഹത്തിൽ വെച്ച് കൈവരിക്കുക എന്നുള്ളത് അസാധ്യമാണ്. എന്നാൽ ആ പൂർണ്ണതയിലേക്ക് നമ്മെ നയിക്കുന്ന സാഹചര്യങ്ങളോട് ചേർന്ന് നിൽക്കുമ്പോൾ നമുക്ക് ആത്മാവിൽ പുതുക്കം പ്രാപിക്കുന്നതിനും പുതുക്കപ്പെടുന്നതിനും ആത്മാവിന്റെ ശക്തിയോടുകൂടി വിശ്വാസ ജീവിതത്തെ കൂടുതൽ ക്രമീകരിക്കുന്നതിനും നമുക്ക് സാധിക്കും. പരിശുദ്ധനായ പൗലോസ് അപ്പോസ്തലൻ റോമർക്ക് എഴുതിയ ലേഖനത്തിന്റെ 12-ാം അധ്യായത്തിന്റെ 22-ാം വാക്യത്തിൽ പ്രകാരം പറയുന്നുണ്ട്, ദുഷ്ടത നിന്നെ തോൽപ്പിക്കരുത്, നന്മ കൊണ്ട് തിന്മയെ കീഴ്പ്പെടുത്തുക എന്ന്. നാം ജീവിക്കുന്നത് തിന്മ നിറഞ്ഞ ഒരു സമൂഹത്തിലാണ്. അപ്പോസ്തലൻ പറയുന്നുണ്ട്, ഇച്ഛിക്കുന്ന നന്മയല്ല, ഇച്ഛിക്കാത്ത തിന്മയാണ് സമൂഹം ചെയ്തു കൂട്ടുന്നത് എന്ന്. ഇവിടെ ക്രിസ്തീയമായ ദൗത്യ നിർവഹണത്തിൽ ഭാഗവാക്കാകുമ്പോൾ ക്രിസ്തുവിന്റെ പൂർണ്ണതയിലേക്ക് നമ്മെ അടുപ്പിക്കുന്നതായ സാഹചര്യങ്ങളോട് ചേർന്ന് നിൽക്കുമ്പോൾ വിശുദ്ധന്മാരുടെ പെരുന്നാളുകളെ നാം ആഘോഷിക്കുമ്പോൾ അവരുടെ എല്ലാം വിശുദ്ധ ജീവിതത്തിലൂടെ നമ്മിലേക്ക് സന്നിവേശിപ്പിക്കുന്നതായ വിശുദ്ധാത്മാവിന്റെ ചൈതന്യവും ശക്തിയും നമ്മുടെ എല്ലാം ജീവിതത്തെ മാറ്റിമറിക്കേണ്ടിയിരിക്കുന്നു. ആന്തരികമായ ഒരു നവീകരണത്തിന് നാം എല്ലാവരും നമ്മെ തന്നെ വിധേയപ്പെടുത്തേണ്ടുന്നതാണ്. ഭൗതികമായ ലോക ജീവിതത്തിൽ ഭൗതികമായ ലോകത്തിന്റെ സുഖത്തിന്റെയും ലാഭത്തിന്റെയും ഒക്കെ പിന്നാലെ നാം പോകുമ്പോൾ ആത്മീയമായ ധനം സമ്പാദിപ്പിക്കുന്നതിൽ നമുക്ക് പലപ്പോഴും വീഴ്ച സംഭവിക്കാറുണ്ട് എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. ഇത് നമ്മൾ ഇവിടെ ശരിക്കും we are aliens in this world. ഇത് നമ്മുടെ രാജ്യമാണെന്ന് നമ്മൾ കരുതരുത്. നമ്മൾ യഥാർത്ഥത്തിൽ സ്വർഗരാജ്യത്തിന് അവകാശികളായി തീരേണ്ടുന്നവരാണ്. ക്രിസ്തു നമുക്ക് ഒരുക്കിയിരിക്കുന്ന ദൈവരാജ്യത്തെ കുറിച്ചുള്ളതായ പ്രതീക്ഷയോടും പ്രത്യാശയോടും കൂടി ജീവിക്കേണ്ടുന്ന ഒരു സമൂഹമാണ് നമ്മൾ. അതുകൊണ്ട് തന്നെ അതിലേക്കുള്ളതായ സമ്പാദ്യം വർദ്ധിപ്പിക്കുന്നതിൽ ഒട്ടും തന്നെ കുറവ് സംഭവിക്കാതെ നിരന്തരമായ പ്രാർത്ഥനകളിലൂടെയും ജാഗരണങ്ങളിലൂടെയും ആരാധിക്കുന്ന സമൂഹത്തിന്റെ സാന്നിധ്യം അനുഭവപ്പെട്ടുകൊണ്ട് തന്നെ ആ ദിശയിലേക്ക് നാം നീങ്ങേണ്ടുന്നവരുമാണ്. ഇവിടെ ശുദ്ധമുള്ള യോഹന്നാന്റെ സുവിശേഷത്തിൽ 17-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, നീ ലോകത്തിൽ നിന്നും അവരെ എടുക്കണമെന്നല്ല, ദുഷ്ടനിൽ നിന്നും അവരെ കാത്തുകൊള്ളണമെന്നത്രാണ് ഞാൻ അപേക്ഷിക്കുന്നത്. എന്തെന്നാൽ ഞാൻ ലോകസംബന്ധി അല്ലാത്ത പ്രകാരം അവരും ലോകസംബന്ധികളല്ല. ദൈവത്തിന്റെ ജീവനുള്ള വചനത്താൽ പുതുക്കം പ്രാപിച്ച് ലോകജീവിതത്തിന്റെ മ്ലേച്ഛത നിറഞ്ഞ സാഹചര്യത്തിൽ നിന്നും വിട്ടകന്ന് ജീവിക്കുവാൻ ആരാധിക്കുന്ന സമൂഹത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ നമുക്ക് കഴിയുന്നു. അപ്രകാരം നമുക്ക് കഴിയുമ്പോൾ മാത്രമാണ് വിശുദ്ധാത്മാവിലൂടെയുള്ളതായ പുതുക്കം പ്രാപിക്കുവാൻ നമുക്ക് സാധിക്കുന്നത്. വിശുദ്ധന്മാരുടെ ജീവിതം നമുക്ക് പഠിപ്പിച്ചതിന് അത് തന്നെയാണ്. നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുന്നവരും ആരാധിക്കുന്നവരും ഒക്കെയാണ്. നമ്മുടെ പ്രാർത്ഥനകളും ആരാധനകളും ഒക്കെ നമ്മുടെ സ്വാർത്ഥമായ താല്പര്യങ്ങളിൽ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ടാണ് പലപ്പോഴും നാം നിർവഹിക്കുന്നത്. യഥാർത്ഥത്തിൽ വിശുദ്ധ കുർബാന അനുഭവത്തിന് വേണ്ടി നാം ഒരുക്കത്തോടെ കടന്നു വരുമ്പോൾ, വിശുദ്ധ കുർബാന നാം അനുഭവിക്കുമ്പോൾ നാം നമ്മെ തന്നെ മറ്റുള്ളവർക്ക് വേണ്ടി പങ്കിട്ട് കൊടുക്കുന്നതിനുള്ളതായ ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയാണ് ചെയ്യുന്നത്. കാരണം യേശുക്രിസ്തു തന്റെ ശരീരം മറ്റുള്ളവർക്ക് വേണ്ടി മുറിച്ച് വിഭജിച്ച് രക്ഷയ്ക്കും വിമോചനത്തിന് വേണ്ടി നൽകിയവനാണ്. അതുകൊണ്ട് തന്നെ അവിടുത്തെ ശരീരരക്തം അനുഭവിക്കുന്നതോടൊപ്പം തന്നെ നാമും ഈ ഒരു പ്രഖ്യാപനമാണ് നടത്തേണ്ടുന്നത്. മറ്റുള്ളവർക്ക് വേണ്ടി നമ്മെ തന്നെ സ്വയം ബലിയായി അർപ്പിക്കുന്നതിനുള്ളതായ ത്യാഗ മനോഭാവമാണ് നമ്മളെല്ലാവരും ഉണ്ടായിരിക്കേണ്ടുന്നത്. ഭോഗ സംസ്കാരത്തിൽ ജീവിക്കുന്ന നമുക്ക് പലപ്പോഴും ആത്മീയമായ ധനം വർദ്ധിപ്പിക്കുന്നതിൽ പലപ്പോഴും പരാജയം സംഭവിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ആരാധിക്കുന്ന സമൂഹമായി നാം ചേർന്ന് നിൽക്കുന്നത്, പ്രാർത്ഥിക്കുന്ന സമൂഹമായി നാം ചേർന്ന് നിൽക്കുന്നത്. വിശുദ്ധനായ ഐരേനിയസ് പറയുന്നുണ്ട്, prayer is not what you do in your life, prayer is what you do with your life. നാം എല്ലാവരും പ്രാർത്ഥിക്കുന്നവരൊക്കെ തന്നെയാണ്, ശരിയാണ്. പക്ഷെങ്കിൽ ഈ പ്രാർത്ഥനയെ നമുക്ക് നമ്മുടെ ജീവിതമായിട്ട് ട്രാൻസ്ഫോം ചെയ്യിക്കാനായിട്ട് സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് നാം നമ്മോട് തന്നെ ചോദിക്കേണ്ടതായ ചോദ്യം. നിരന്തരമായ പ്രാർത്ഥനകളും ജാഗരണങ്ങളും നാം നിർവഹിക്കുമ്പോഴും വിശുദ്ധ ആരാധനയിൽ നാം പങ്കെടുക്കുമ്പോഴും നമ്മുടെ ജീവിതത്തിന് തനതായ ഒരു മാറ്റം സംഭവിക്കുന്നില്ല എന്നുള്ളതാണ് നമ്മിലൊക്കെയുള്ളതായ കുറവ് എന്ന് പറയുന്നത്. ആത്മീയമായ ധനം വർദ്ധിപ്പിക്കുന്നതിൽ വിശുദ്ധന്മാരോടുകൂടിയുള്ള സഹവാസം നമുക്ക് ഉറപ്പുവരുത്തുന്നു.
ദൈവം വിശുദ്ധനാകയാൽ ആ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നവനും ആ ദൈവത്തിന് വേണ്ടി വേർതിരിക്കപ്പെടുന്ന സമൂഹവും വിശുദ്ധന്മാരുടെ സമൂഹമാവുന്നു എന്നുള്ളതാണ്. We are invited to be in communion with the saints. അവിടെയാണ് നാം യഥാർത്ഥത്തിലുള്ളതായ വിശുദ്ധന്മാരുടെ പാന്താവിനെ സ്വീകരിക്കുന്നതിനും അവരോടുള്ളതായ കമ്മ്യൂണിയൻ ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ട് പരിശ്രമിക്കേണ്ടുന്നത്. നമ്മോടൊപ്പം ചേർന്ന് നിന്ന് പ്രാർത്ഥിക്കുന്നവരായ വിശുദ്ധന്മാർ, ദൈവത്തിന്റെ സന്നിധിയിൽ നമുക്ക് വലിയ ജാമ്യമായി തീർന്നിരിക്കുന്ന വിശുദ്ധന്മാർ, അവരുടെ പ്രാർത്ഥനയും മധ്യസ്ഥതയുമാണ് നമുക്ക് ദൈവത്തെ പോലെയാകുവാനും ദൈവികമായ പ്രാഭവത്തോടുകൂടി ജീവിതത്തിന്റെ കുറവുകളും മ്ലേച്ഛതകളും എല്ലാം ഉപേക്ഷിച്ചിട്ട് വിശുദ്ധാത്മാവിലൂടെ പുതുക്കം പ്രാപിച്ച് മുന്നേറുവാൻ നമുക്ക് ശക്തിയും കരുത്തും പകർന്നു തരുന്നത്. അതുകൊണ്ട് തന്നെയാണല്ലോ സങ്കീർത്തനത്തിന്റെ 16-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിൽ പ്രകാരം നാം വായിക്കുന്നുണ്ട്, ഭൂമിയിലെ വിശുദ്ധന്മാർ യഹോവയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ട ശ്രേഷ്ഠർ തന്നെ എന്ന് അവിടെ സങ്കീർത്തനക്കാരൻ പാടി പറയുന്നുണ്ട്. ജീവിതം വിശുദ്ധിയും നൈർമല്യവും ഉള്ളതായിരിക്കണം. സത്യത്തിന്റെയും നീതിയുടെയും പാതയിലൂടെ സഞ്ചരിക്കുന്നവരായിരിക്കണം നമ്മൾ. താമര ചെടിയെ നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ. താമര ചെടി വേരൂന്നിയിരിക്കുന്നത് ചേറിലാണ്. അത് ചേറിൽ വേരൂന്നിയിരിക്കുന്നുവെങ്കിലും അത് സൂര്യൻ അഭിമുഖമായി ആ ചെടി എത്രമാത്രം പ്രശോഭിക്കുന്നു എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. നാം ജീവിക്കുന്ന സാഹചര്യം ഏത് തന്നെയായിരുന്നാലും കൂടിയും അത് നമ്മെ തിന്മയിലേക്കും മ്ലേച്ഛതയിലേക്ക് നയിക്കുന്ന സാഹചര്യത്തിലായിരുന്നാൽ കൂടിയും നാം എപ്പോഴും ദൈവത്തിന് അഭിമുഖമായി, യേശു ക്രിസ്തുവിന് അഭിമുഖമായി ആരാധിക്കുന്ന സമൂഹമായി, വിശുദ്ധാത്മാവിലൂടെ നയിക്കപ്പെടുന്ന സമൂഹമായി നമുക്ക് ജീവിക്കുവാൻ സാധിക്കുമ്പോൾ ലോകത്തിന്റെ ബന്ധത്തിൽ നിന്നും ബന്ധനങ്ങളിൽ നിന്നും വിമോചനം പ്രാപിച്ചുകൊണ്ട് വിശുദ്ധീകരണം പ്രാപിക്കുന്നതിനും വിശുദ്ധന്മാരോടുകൂടിയുള്ളതായ സഹവാസം ഉറപ്പുവരുത്തുന്നതിനുമുള്ളതായ ജീവിതം നമുക്ക് നയിക്കുവാനും സാധിക്കുമെന്ന് വിശുദ്ധന്മാരുടെ ജീവിതത്തിലൂടെ നമുക്ക് വെളിപ്പെടുത്തി തരുമ്പോൾ തന്നെ ക്രിസ്തുവും നമ്മെ അതിലേക്കായിട്ട് ക്ഷണിക്കുകയാണ് ചെയ്യുന്നത്. ക്രിസ്തുവുമായിട്ടുള്ളതായ ബന്ധം ഉറപ്പുവരുത്തുന്നതിന് ഒരു മുന്നോടിയായി, അതിന് മീഡിയേഷനായി വിശുദ്ധന്മാരോടുള്ളതായ സഹവാസം നമുക്ക് ഉറപ്പുവരുത്തുവാനും സാധിക്കും. എബ്രായ ലേഖനത്തിന്റെ 12-ാം അധ്യായത്തിന്റെ 22-ാം വാക്യം വായിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാകും, വിശുദ്ധന്മാർ മാലാഖമാർക്ക് സദൃശ്യവും മാലാഖമാരോട് ചേർന്നും ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കുന്നു എന്നാണ് വെളിപ്പെടുത്തിയിരിക്കുന്നത്. വെളിപാട് പുസ്തകത്തിന്റെ 8-ാം അധ്യായത്തിന്റെ 4-ാം വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട്, വിശുദ്ധന്മാരുടെ പ്രാർത്ഥന സുഗന്ധം പോലെ സ്വർഗത്തിലേക്ക് ഉയർന്നുകൊണ്ടിരിക്കുന്നു എന്ന് വെളിപാട് പുസ്തകത്തിലും രേഖപ്പെടുത്തിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ വിശുദ്ധന്മാരെ ബഹുമാനിക്കുന്നതിലൂടെ, ആദരിക്കുന്നതിലൂടെ, അവരുടെ നാമം സമൂഹ മധ്യത്തിൽ വെളിപ്പെടുത്തുന്നതിലൂടെ എന്റെ കർത്താവും എന്റെ ദൈവവുമായവനെ സമൂഹത്തോട് വെളിപ്പെടുത്തുവാനും അവനുള്ള വിശ്വാസത്തിൽ സ്ഥിരപ്പെടുന്നതിനും സ്ഥിരീകരിക്കപ്പെടുന്നതിനുമുള്ളതായ മാർഗമായി നാം വിശുദ്ധന്മാരുടെ പെരുന്നാളുകളെ കണ്ടെത്തുകയാണ് ചെയ്യുന്നത്. അവരുടെ ഖബറിടങ്ങളിൽ നിന്നുമൊക്കെ പ്രവഹിക്കുന്നതായ അത്ഭുതകരമായ പ്രവർത്തനം നമുക്കെല്ലാം അറിയാവുന്നതാണ്. നമ്മുടെ തീർത്ഥാടന കേന്ദ്രങ്ങളിലൊക്കെ നാം നിരന്തരം പോകാറുള്ളവരാണ്. പരിമല പള്ളിയിലും മഞ്ഞിനേക്കര ദേവാലയത്തിലും അതുപോലെ തന്നെ മണനാട് പള്ളിയിലും കോതമംഗലം പള്ളിയിലും ഒക്കെ നാം നിരന്തരമായി പോയി പ്രാർത്ഥന നടത്താറുള്ളവരാണ്. നമുക്കെല്ലാം ഒരു ടൂർ പാക്കേജിന്റെ വെളിയിലുള്ളവർക്കൊക്കെ ഒരു പിൽഗ്രിം പാക്കേജ് ഉണ്ട്. ഈ സ്ഥലങ്ങളിലെല്ലാം പോയി പ്രാർത്ഥിക്കുകയും നേർച്ചകാഴ്ച അർപ്പിക്കുകയും എല്ലാം ചെയ്യുമ്പോൾ നാം വിശ്വസിക്കുന്നതായ ദൈവത്തിന്റെ നേർക്കുള്ളതായ യാത്രയായി മാത്രമേ നമുക്കതിനെ കാണുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അവരുടെ വിശ്വാസ ജീവിതത്തെ സംശീകരിക്കുവാനും നന്മയും സുഹൃതവുമുള്ള ഒരു സമൂഹത്തിന്റെ ഭാഗമായി തീരുവാനുള്ളതായ നിരന്തരമായ പ്രയത്നത്തിലൂടെ ക്രിസ്തുവിലുള്ളതായ അസ്തിത്വം വിശ്വാസത്തിലൂടെ വെളിപ്പെടുത്തുവാൻ എനിക്കും നിങ്ങൾക്കും കഴിയും.